പ്രിയ സുഹൃത്തുക്കളെ, ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ വിപത്തെന്ന് പറയുന്നത് ടെററിസമാണല്ലോ. പക്ഷെ അതിനൊക്കെ വലിയൊരു വിപത്തുണ്ട്, അതാണ് കറപ്ഷൻ. കറപ്ഷൻ ഈസ് പാസീവ് ടെററിസം. കറപ്ഷൻ എന്ന് കേൾക്കുമ്പോൾ നമുക്ക് ആദ്യം നമ്മൾ പറയുന്നത് പൊളിറ്റീഷ്യൻസ് ആണ് ഈ കറപ്ഷൻ കൊണ്ടുവരുന്നതാണ്. പക്ഷെ എന്റെ അനുഭവത്തിൽ അങ്ങനെയല്ല. ബിഹൈൻഡ് എ കറപ്റ്റഡ് പൊളിറ്റീഷ്യൻ there will be a corrupted bureaucrat and a technocrat. അങ്ങനെ ഒരു സുപ്രഭാതത്തിൽ ഒരു പൊളിറ്റീഷ്യന് കറപ്റ്റഡ് ആകാൻ സാധിക്കില്ല. ഇത് മാത്രമല്ല, പൊളിറ്റീഷ്യൻസിനെ കൃത്യമായ അഡ്വൈസ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവരത് കേൾക്കും എന്നുള്ള ഒരു അനുഭവം കൂടി എനിക്കുണ്ട്. അതിലൊരു അനുഭവമാണ് ഞാനിപ്പോൾ ഇവിടെ പറയുന്നത്. 2010 തേക്കടി ബോട്ട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ അന്നത്തെ ഇടത് സർക്കാർ ഒരു ഹൈ ലെവൽ മീറ്റിംഗ് വിളിച്ചുകൂട്ടുകയുണ്ടായി. അപകടങ്ങൾ ഒഴിവാക്കുവാൻ വേണ്ടി ഒരു പുതിയ നിയമം കൊണ്ടുവരുന്നതിനെ പറ്റിയാണ് ആ മീറ്റിംഗ്. അതിൽ സാങ്കേതിക അഡ്വൈസ് കൊടുക്കുവാൻ വേണ്ടി എന്നെയും ക്ഷണിക്കുകയുണ്ടായി. ഞാൻ അവിടെ എത്തുമ്പോൾ അവിടെ 3 മന്ത്രിമാർ ഉണ്ട്. ശ്രീ കോടിയേരി ബാലകൃഷ്ണൻ, ശ്രീ പ്രേമേന്ദ്രൻ, ശ്രീ ജോസ് തെറ്റയിൽ, പിന്നെ അദ്ദേഹത്തിന്റെ പാരാഫർനാലി ഓൾ ദി IAS IPS ഓഫീസേഴ്സ്. അങ്ങനെ ഒരു വലിയ സദസ്സിനകത്ത് ഞാൻ ആദ്യമായിട്ടാണ് പോകുന്നത്. തന്നെ നല്ലൊരു കോൺട്രവേഴ്സ്യൽ സമയമാണ്. എന്റെ വായിൽ നിന്ന് എന്തെങ്കിലും വികട സരസ്വതി വന്നു കഴിഞ്ഞാൽ പിന്നെ അത് മതി. അങ്ങനെ മീറ്റിംഗ് തുടങ്ങി. ഏതാണ്ട് 1 മണിക്കൂർ കഴിഞ്ഞു. മീറ്റിംഗിൽ ഡിസ്കഷൻ നടക്കുന്നത് ഒരു ബോട്ട് മറിഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെ സേഫ്റ്റി പ്രിക്കോഷൻസ് എടുക്കണം. ലൈഫ് ജാക്കറ്റുകൾ വേണം, ലൈഫ് ബോയികൾ വേണം, ഇനി ലൈഫ് ജാക്കറ്റ് ധരിച്ചുകൊണ്ടിരിക്കണം എന്നിത്യാദി കാര്യങ്ങൾ. ഞാൻ ആലോചിച്ചപ്പോൾ നമ്മുടെ ഏറ്റവും റിസ്കി ജേർണി എന്ന് പറയുന്നത് എയർക്രാഫ്റ്റ് ആണല്ലോ. എയർക്രാഫ്റ്റിൽ ആരെങ്കിലും ലൈഫ് ജാക്കറ്റ് ഇട്ടുകൊണ്ടിരിക്കുമോ? ലൈഫ് ജാക്കറ്റ് ഉപയോഗിക്കേണ്ടത് ആ ഒരു എമർജൻസി സമയം വരുമ്പോഴാണ്. എയർക്രാഫ്റ്റിനെ സംബന്ധിച്ചിടത്തോളം അതിന്റെ പ്രാഥമികമായ സേഫ്റ്റി പ്രിക്കോഷൻ എന്ന് പറയുന്നത് അത് സ്മൂത്തായി ടേക്ക് ഓഫ് ചെയ്യുകയും സ്മൂത്തായി ലാൻഡ് ചെയ്യുകയും വേണം. അതിന് അതിന്റേതായ കാൽക്കുലേഷൻസ് എയറോഡൈനാമിക്സിലുണ്ട്. അതിനനുസരിച്ച് രൂപകൽപ്പന ചെയ്ത് ടെസ്റ്റ് ചെയ്ത് വേണം എയർക്രാഫ്റ്റ് സർവീസിനിടുവാൻ. അതേപോലെ തന്നെയാണ് ബോട്ടും. ഒരു ബോട്ടിന്റെ അടിസ്ഥാനപരമായ സേഫ്റ്റി പ്രിക്കോഷൻ എന്ന് പറയുന്നത് അത് മറിയരുത്. അത് മറിയാതിരിക്കുവാൻ വേണ്ടി സ്റ്റെബിലിറ്റി കാൽക്കുലേഷൻ എന്ന് പറയുന്നൊരു കാൽക്കുലേഷൻ ഉണ്ട്. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഒരു ബോട്ട് മുങ്ങരുത്. അതിന് ബോട്ടിൽ അറകളായി തിരിച്ചിട്ട് ആ അറകൾ ഒരറയിൽ വെള്ളം കയറിയാൽ ഒരു മുങ്ങരുത് എന്ന് പറയുന്ന ഒരു ഫ്ലഡിംഗ് കാൽക്കുലേഷൻ ഉണ്ട്. ഈ 2 കാൽക്കുലേഷൻസിന്റെ അടിസ്ഥാനത്തിൽ വേണം അത് രൂപകൽപ്പന ചെയ്യുവാൻ. ആ രൂപകൽപ്പനയുടെ അടിസ്ഥാനത്തിൽ വേണം ആ ബോട്ട് നിർമ്മിക്കുവാൻ. ആ ഉണ്ടാക്കിയ ബോട്ട് ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം അത് ടെസ്റ്റും ചെയ്യണം. അപ്പോൾ അതിന്റെ അടിസ്ഥാനപരമായ സേഫ്റ്റി കാര്യങ്ങളെല്ലാം ആയി. അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ ഏതെങ്കിലും അൺഫോർസീൻ സർക്കംസ്റ്റാൻസസ് ഇടിച്ചു മറിയുകയോ മുങ്ങുകയോ ഒക്കെ ചെയ്യുന്നത്. ഈ ഒരു കാര്യം ഞാൻ ആ മീറ്റിംഗിൽ ഒരു അരമണിക്കൂർ എടുത്ത് വിശദീകരിച്ചു. അവിടെ ഉണ്ടായിരുന്ന മന്ത്രിമാരും അവിടെയുള്ള എല്ലാവരും അത് വളരെ സശ്രദ്ധം കേൾക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ കേരള ഇൻലൻഡ് വെസൽസ് റൂൾസ് 2010 എന്ന നിയമം പ്രാബല്യത്തിൽ വരികയും ചെയ്തു. ആ നിയമം ഇംപ്ലിമെന്റ് ചെയ്യുവാൻ വേണ്ടി കൊടുത്തത് ഇന്ന് വളരെ കോൺട്രവേഴ്സ്യൽ ഫിഗറായിരിക്കുന്ന ഡോക്ടർ ജേക്കബ് തോമസ് IPS സാറിന്റെ കയ്യിലായിരുന്നു. അദ്ദേഹം അത് അക്ഷരാർത്ഥത്തിൽ തന്നെ പ്രാവർത്തികമാക്കുകയും ചെയ്തു 3 വർഷം കൊണ്ട്. പക്ഷേ അത് കഴിഞ്ഞിട്ട് അടുത്ത ഗവൺമെന്റ് വന്നു കഴിഞ്ഞപ്പോൾ സാങ്കേതിക വിദഗ്ധരായി പോയത് കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിൽ നിന്നുള്ള മറ്റ് വിദഗ്ധരായിരുന്നു. ഈ സോളാർ ബോട്ട് ഇപ്പം ഇറക്കിയിട്ടുള്ള അതേ വിദഗ്ധർ തന്നെ. അവർ ഗവൺമെന്റിന് അഡ്വൈസ് ചെയ്തു, ഇങ്ങനെയുള്ള കാൽക്കുലേഷന്റെ ആവശ്യമില്ല, അത് വെറുതെ വേസ്റ്റ് ഓഫ് ടൈം ആൻഡ് മണി. അങ്ങനെ ശുദ്ധമായൊരു നിയമം വെള്ളം ചേർത്തു. അതാണ് അവർ ചെയ്തത്. അതിന്റെ അടിസ്ഥാനത്തിൽ അവർ കണക്കൂട്ടലില്ലാത്ത ബോട്ടുകൾ ഉണ്ടാക്കി ഇറക്കുകയും ചെയ്തു. പക്ഷെ ബഹുമാനപ്പെട്ട കോടതി അതിനകത്ത് ഇടപെടുകയും അങ്ങനെ വീണ്ടും ഈ കാൽക്കുലേഷൻ മാൻഡേറ്ററി ആകുകയും ചെയ്തു. എനിക്ക് അതായത് ഒരു രാഷ്ട്രീയക്കാരെ ശരിയായ പന്ഥാവിലേക്ക് കൊണ്ടുപോകാനും തെറ്റായ പന്ഥാവിലേക്ക് കൊണ്ടുപോകാനും ടെക്നോക്രാറ്റ്സിന് കഴിയും എന്നുള്ളതിന്റെ ഒരു ഉദാഹരണമാണ് ഞാൻ ഈ പറഞ്ഞത്. ബ്യൂറോക്രാറ്റ്സും ഇതുപോലെ ആയിരിക്കും. പക്ഷെ ആ അനുഭവങ്ങളൊന്നും എനിക്കില്ല. ഏതായാലും ഈ സോളാർ ബോട്ട് നടത്തുന്ന ഈ നിയമത്തിൽ വെള്ളം കയറ്റാൻ ശ്രമിച്ച ഈ സാങ്കേതിക വിദഗ്ധരോട് എനിക്കൊരു കാര്യം പറയാനുണ്ട്.
അവൻ ഇവൻ എന്നറിയുന്നതൊക്കെയോർത്താൽ അവനിൽ ആദിമമായ ഒരു ആത്മരൂപം. അവനവൻ ആത്മസുഖത്തിനാചരിക്കുന്നവ അപരന് സുഖത്തിനായി വരേണം. അതായത് അവനിലും ഇവനിലും എന്നിലും നിങ്ങളിലും ഒക്കെ ഇരിക്കുന്ന നോളജും ചൈതന്യമൊക്കെ ഒന്നു തന്നെയാണ്. ആ ചൈതന്യം നമ്മൾ ഉപയോഗിക്കുന്ന എന്തിനു വേണ്ടി? ആത്മസുഖത്തിന് വേണ്ടിയാണ്. നിങ്ങളിപ്പോൾ സോളാർ ബോട്ട് ഇറക്കുന്നു, അത് കുറച്ച് കാശ് കിട്ടുമെന്നുള്ള ശരിയാണ്. പക്ഷെ എന്നാലും അതിന്റെ പിന്നിൽ ഒരു ആത്മസുഖമുണ്ട്. പക്ഷെ ആ ആത്മസുഖം മറ്റുള്ളവർക്കും കൂടെ സുഖമുള്ളതായിരിക്കണം. അതായത് നിങ്ങളത് സോളാർ ബോട്ട് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് അതിനകത്ത് കയറുന്നവർ ശവപ്പെട്ടി ചെന്ന് തിരിച്ചു പോകരുത് എന്നാണ് സാരം. സമയപരിധി മൂലം ഞാനിവിടെ നിർത്തുകയാണ്. എനിക്ക് 2 അനുഭവങ്ങൾ കൂടിയുണ്ട് ഇതുപോലെ. അത് അടുത്ത സെഷനിൽ പറയുന്നതാണ്. നന്ദി, നമസ്കാരം.